ബൈബിളിലെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 17 ഇങ്ങനെയാണ് പറയുന്നത്. മൃഗത്തിൻ്റെ പേരല്ലെങ്കിൽ പേരിൻ്റെ സംഖ്യയാണ് 666 എന്ന്. അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണെന്നും ഒടുവിൽ പറഞ്ഞു നിർത്തുന്നു. ഇന്നത്തെ ലോകത്തിൽ മിക്കവരും 666 എന്ന നമ്പർ പരിചയമുള്ളവരാണ്. പല കമ്പനികളുടെയും പേരിൽ തന്നെ 666 മറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും. അതീവ വിരുദോടെയാണ് അത്തരം കമ്പനികൾ 666 എന്ന സംഖ്യ അവരുടെ ലോഗോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാം നിത്യേന കാണുന്ന അടിവസ്ത്ര നിർമ്മാണ കമ്പനി ജോക്കിയുടെ ഒറിജിനൽ ഉൽപ്പന്നങ്ങളിൽ 666 കാണാൻ കഴിയും. വോഡഫോണിൻ്റെ ലോഗോയിലും 666 ഉണ്ട്. വോക്സ് വാഗണിൻ്റെ ലോഗോയിലും 666 കാണുവാൻ കഴിയും. അക്കങ്ങളുടെ രൂപത്തിലും തുല്യമൂല്യമുള്ള അക്ഷരങ്ങളുടെ രൂപത്തിലും, പ്രത്യേകിച്ച് ഹീബ്രു അക്ഷരങ്ങൾ 666 എന്ന സംഖ്യ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ലോകവ്യാപകമായി പ്രവർത്തിക്കുന്ന അനവധി കമ്പനികളുടെ ലോഗോകളിൽ 666 മറഞ്ഞിരിക്കുന്നുണ്ട്. ഗൂഗിളിൻ്റെ ലോഗോ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിൽ 666 നമുക്ക് കാണാൻ കഴിയും. ലോകവ്യാപകമായി അനവധി വാഹനങ്ങളിൽ 666 പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. സകല ഉൽപ്പന്നങ്ങളുടെയും ബാർകോഡുകളിൽ 666 മറഞ്ഞിരിക്കുന്നുണ്ട്. ബാർകോഡുകളുടെ രണ്ടറ്റങ്ങളിലും മധ്യത്തിലുമായി തള്ളി നിൽക്കുന്ന ഈ 2 വീതമുള്ള വരകൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അതിൽ ഓരോ സെറ്റും 6 എന്ന അക്കമാണ്. അങ്ങനെ 3 സെറ്റുകൾ ചേർന്ന് 666 എന്ന തികച്ചും വെളിപ്പെടുത്തുന്നു. മോൺസ്റ്റർ എന്ന ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു വന്യമൃഗം മാന്തിയതുപോലെ 3 വരകൾ നമുക്ക് കാണുവാൻ കഴിയും. അവയ്ക്ക് 666 എന്നാണ് അക്ഷരസംഖ്യാ മൂല്യം. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഇന്നത്തെ ലോകത്തിൻ്റെ കച്ചവട ചന്തയിലെ മുഖ്യ ആകർഷണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു 666. ബൈബിൾ പ്രവചനങ്ങളുടെ അത്ഭുതകരമായ ഒരു നിവൃത്തിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരടയാളമാണിത്. മൃഗത്തിൻ്റെ അല്ലെങ്കിൽ എതിർക്രിസ്തുവിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആണ് 666 എന്ന് വെളിപ്പാട് 13-17 കാണുന്നു. അതുകൊണ്ട് തന്നെ അനവധി വ്യാഖ്യാനങ്ങൾ അതേക്കുറിച്ച് രൂപം കൊണ്ടിട്ടുണ്ട്. റോമിൽ അക്ഷരങ്ങൾക്ക് സംഖ്യാമൂലം കൽപ്പിച്ചുകൊണ്ട് അക്കങ്ങൾ നിരത്തി എഴുതുന്നതിലൂടെ സന്ദേശങ്ങൾ കൈമാറുന്ന രീതി പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അഗ്നിപർവ്വതത്തിൻ്റെ ചാരത്തിനടിയിൽ കിടന്ന പോംപെ നഗരത്തിൻ്റെ ഒരു ചുവരിൻ്റെ അവശിഷ്ടത്തിൽ ഒരു കാമുകൻ ഇങ്ങനെ എഴുതിയിരുന്നു: ഞാൻ അവളെ സ്നേഹിക്കുന്നു. അവളുടെ സംഖ്യ 545 ആണ്. 545 ഒരു പേരൊളിഞ്ഞിരിപ്പുണ്ട്. മാർട്ടിൻ ലൂതറും ജോൺ നോക്സും മറ്റും മാർപ്പാപ്പയുടെ സംഖ്യ എന്ന നിലയിൽ 666 ഉപയോഗിച്ചിരുന്നു. 2-ാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറെ സൂചിപ്പിക്കുവാൻ 666 ഉപയോഗിക്കപ്പെട്ടിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഐറേനിയസ് 666 ഗണിച്ചപ്പോൾ ഇയൂന്താസ് എന്ന വാക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത്. റോമൻ സാമ്രാജ്യമാണ് 666 എന്ന് ചിലർ ചിന്തിച്ചിട്ടുണ്ട്. വെസ്പേഷ്യൻ്റെയും ടൈറ്റസിൻ്റെയും കുടുംബപ്പേർ ടൈറ്റസ് എന്നാകയാൽ ടൈറ്റാൻ എന്ന പദത്തെ 666 ചിലർ കരുതി. ലാറ്റിൻ ഭാഷയിൽ നീറോ എന്ന വാക്കിൻ്റെ അക്ഷരമൂല്യം കൂട്ടി നോക്കുമ്പോൾ 666 കിട്ടുക. നീറോൺ കൈസർ എന്ന ഹീബ്രു മൂലരൂപത്തിൻ്റെ സംഖ്യാമൂല്യം പരിശോധിച്ച് നോക്കാം. QSRNRON എന്നാണ് ആ വാക്ക്. അത് നീറോ കൈസർ എന്നാണ് വായിക്കുന്നത്. കത്തോലിക്ക സഭയുടെ ആധികാരിക വ്യാഖ്യാനം ഈ വിധത്തിലാണ്: നീറോൺ കൈസറുടെ കാലം എതിർക്രിസ്തുവിൻ്റെ ഭരണകാലമായിരുന്നില്ല. കാരണം എതിർക്രിസ്തുവിൻ്റെ ഭരണമെന്ന് പറയുന്നത് സകല ഗോത്രത്തിന്മേലും ഭാഷമേലും വംശത്തിന്മേലും ജാതിമേലും ഭാഷമേലുമുള്ള ഭരണമാണല്ലോ. നീറോ കൈസറുടെ കാലത്ത് അങ്ങനെ സംഭവിച്ചു കണ്ടിട്ടില്ല. മാത്രമല്ല 666 എന്ന സംഖ്യാവ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക ലോക ഏകീകരണം അന്നുണ്ടായിരുന്നില്ല. ജീവനുള്ള യന്ത്രമായ പ്രതിമ അന്ന് ആരുടെയും സങ്കല്പത്തിൽ പോലും രൂപപ്പെട്ടിരുന്നില്ല. 666 എന്ന സംഖ്യാക്രമം വ്യാജമതത്തെ ഉദ്ദേശിച്ചുള്ളതാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു.
പല പുരാതന ഭാഷകൾക്കും അക്ഷരങ്ങളെ സൂചിപ്പിക്കുന്നതിനു വേണ്ടി അക്കങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. 777 എന്നതാണ് ദൈവിക പൂർണ്ണതയുടെ സംഖ്യയായി പരിഗണിച്ചു വന്നിരുന്നത്. ആ ദൈവിക പൂർണ്ണതയിൽ നിന്നും ഒന്ന് കുറഞ്ഞതാണ് 666 എന്ന് ആധുനിക കാലത്തെ ഏറ്റവും മികച്ച വേദപണ്ഡിതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ബൈബിൾ വ്യാഖ്യാന വ്യവസ്ഥകൾ വെച്ച് നോക്കിയാൽ ഏറെ യോജിക്കുന്ന കണ്ടെത്തലാണെന്ന് തോന്നുന്നു. 7 നിന്നും ഒന്ന് കുറഞ്ഞ 6 മനുഷ്യൻ്റെ സംഖ്യയാണ്. അത് മനുഷ്യനെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഗോലിയാത്തിൻ്റെ ഉയരം 6 മുഴവും 1 ചാണുമായിരുന്നു. 7 എത്തിയില്ല. ഗോലിയാത്തിൻ്റെ വലിപ്പമുള്ള മറ്റൊരു മല്ലനെക്കുറിച്ച് ബൈബിൾ പറയുന്നു. അയാളുടെ കൈകാലുകളിൽ 6 വിരലുകൾ വീതമുണ്ടായിരുന്നു. സംഖ്യാശാസ്ത്രപ്രകാരം ബൈബിളിൽ 6 എന്നത് മനുഷ്യൻ്റെ സംഖ്യയാണ്. 7 ദൈവത്തിൻ്റെ സംഖ്യയുമാണ്. 6-ാം ദിവസം എന്ന് ബൈബിൾ വിളിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യസൃഷ്ടി നടന്നത് എന്ന് നാം വായിക്കുന്നു. ആ മനുഷ്യ സമൂഹത്തിലെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദാവീദ് പരാജയപ്പെടുത്തിയ ഗോലിയാത്ത് എന്ന യോദ്ധാവിന് അന്ത്യകാലത്ത് ദൈവത്തിനെതിരെ രൂപപ്പെടുന്ന ഏകലോക ഭരണാധികാരിയുമായി വളരെ സാമ്യമുണ്ട്. ആ ഏകലോക ഭരണാധികാരിയുടെ പൂർണ്ണ രൂപത്തെയാണ് പ്രതീകാത്മകമായി ദാനിയേൽ പ്രവാചകൻ വരച്ചു കാണിച്ചിരിക്കുന്നത്. ആ പ്രതിമയെ തകർത്ത് കളയുന്നത് കൈതൊടാതെ വരുന്ന ഒരു കല്ലാണ് എന്ന് ദാനിയേൽ ചൂണ്ടിക്കാണിക്കുന്നു. ഒരളവിൽ ഗോലിയാത്തും അങ്ങനെ തകർക്കപ്പെടുന്നു. ദാവീദിൻ്റെ കവിണയിൽ നിന്ന് പുറപ്പെട്ട കല്ലുകൊണ്ട് ഇത് രണ്ടും മൃഗത്തിൻ്റെ സാമ്രാജ്യമായ ഒടുവിലത്തെ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെ പ്രതീകാത്മകമായി വെളിപ്പെടുത്തുന്നു എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ദാനിയേൽ കണ്ടതുപോലെ കൈതൊടാതെ പാഞ്ഞു വരുന്ന കല്ല് അന്ത്യസാമ്രാജ്യ പ്രതിരൂപമായ പ്രതിമയെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞ ശേഷം അത് വളർന്നു വലുതായി ഭൂമിയിലൊക്കെയും നിറഞ്ഞു. മറ്റൊരു സാമ്രാജ്യമായി. അതാണ് ഭൂമിയിൽ വരാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സാമ്രാജ്യം. ആ മഹാസാമ്രാജ്യ സ്ഥാപനത്തിൻ്റെ പ്രതീകാത്മക ചിത്രമാണ് ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും ചരിത്രത്തിൽ കാണുന്നത്. ഫെലിസ്ത്യമല്ലനായ ഗോലിയാത്തിനെ തകർക്കുകയും അവൻ്റെ ജനതയായ ഫെലിസ്ത്യരെ പരാജയപ്പെടുത്തുകയും ഫെലിസ്ത്യർ കൈവശം വെച്ചിരുന്ന ഇസ്രായേലിൻ്റെ അവകാശ ഭൂമികളെ തിരിച്ചുപിടിച്ച് ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കുകയും ചെയ്തതുപോലെ യേശുക്രിസ്തു തൻ്റെ മടങ്ങിവരവിൽ ഭൂമിയിൽ കാൽ ചവിട്ടുമ്പോൾ മൃഗത്തിൻ്റെ സാമ്രാജ്യത്തെ പൂർണ്ണമായും തകർത്ത് കളയും. ഒരു പുതിയ സാമ്രാജ്യം, ഒരു നാളും നശിച്ചു പോകാത്ത ഒരു നിത്യ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്യും. ഗോലിയാത്തിന് 6 അടയാളമായിരുന്നതുപോലെ നിയോ ബാബിലോണിയൻ സാമ്രാജ്യ ചക്രവർത്തിയായ നെബുക്കനേസർ ആളുകൾക്ക് ആരാധിക്കുവാൻ ഉണ്ടാക്കി നിർത്തിയ സ്വർണ്ണബിംബത്തെ നോക്കുക. അതിന് 60 മുഴം ഉയരവും 6 മുഴം വണ്ണവും ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. മനുഷ്യൻ്റെ പരമാവധി സാധ്യതയാണ് 6 എന്ന് പല വിധത്തിൽ ബൈബിൾ തന്നെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഗോലിയാത്തിൻ്റെ കുന്തത്തിൻ്റെ അലക് 600 ശേക്കലായിരുന്നു. അവൻ്റെ കൈവശമുണ്ടായിരുന്ന ആയുധവർഗവും 6 ആയിരുന്നു. അതുപോലെ നെബുക്കനേസറിൻ്റെ ആരാധനയിൽ 6 വിധ വാദ്യങ്ങൾ ഉപയോഗിച്ചു. അതുകൊണ്ട് 6 മനുഷ്യൻ്റെ സംഖ്യയാണെന്നും മാനുഷികമായ സകലത്തിൻ്റെയും പൂർണ്ണതയാണ് 666 എന്ന സംഖ്യയെന്ന് പറയുമ്പോൾ വിവേചിക്കേണ്ടതില്ല. ഡോക്ടർ വില്യം ആർതർ വാർഡും അതുതന്നെ എടുത്തു പറയുന്നു. കൂടാതെ 666 മനുഷ്യൻ്റെ തൃത്വ വ്യവസ്ഥയാണെന്നും സൂചിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യരുടെയും പേരുമായി 666 കൂട്ടിയോജിപ്പിക്കാൻ കഴിയില്ല. മറ്റു ചിലർ കമ്പ്യൂട്ടർ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അക്ഷരമൂല്യം കണക്ക് കൂട്ടിയിട്ട് 666 എന്നാൽ കമ്പ്യൂട്ടറാണെന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സത്യത്തിൽ 666 കമ്പ്യൂട്ടറും തമ്മിൽ ബന്ധമുണ്ട്. www എന്നാരംഭിക്കുന്ന ഇൻ്റർനെറ്റ് സങ്കേതം തന്നെ നോക്കുക. W എന്ന അക്ഷരം റോമ ലിപിയിൽ 6 എന്ന അക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ www എന്നത് 666 തന്നെയാണ്. അമേരിക്കയിലെ 100-ലധികം കോർപ്പറേഷനുകൾ 666 അവയുടെ നമ്പറുകളുടെ പ്രീഫിക്സായി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വ്യക്തികൾക്ക് നമ്പറുകൾ നൽകുന്നതിൻ്റെ മാതൃക തയ്യാറായി കഴിഞ്ഞു. ഇന്നത്തെ ആധാർ നമ്പറുകൾക്ക് പകരം ഈ രൂപത്തിലായിരിക്കും വ്യക്തികൾക്ക് സംഖ്യകൾ നൽകപ്പെടുക. അതാവട്ടെ RFID ചിപ്പുകളിൽ യന്ത്രങ്ങൾക്ക് മാത്രം വായിക്കാവുന്ന നിലയിലുമായിരിക്കും. 666 എന്ന നമ്പർ ഉണ്ടെങ്കിലേ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുകയുള്ളൂ എന്ന സ്ഥിതിയെ നേരിടാതിരിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട ദൈവകുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരില്ലാത്ത സകല മനുഷ്യരും
666 എന്ന മുദ്രയുള്ള RFID ചിപ്പുകൾ ധരിച്ചേ മതിയാകൂ. അത് ധരിക്കാത്തവന് പച്ചവെള്ളം പോലും കുടിക്കാനില്ലാതെ ചിലപ്പോൾ വെന്തു മരിക്കേണ്ടി വരും, അല്ലെങ്കിൽ വിശന്നു മരിക്കേണ്ടി വരും. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കുക, നിത്യജീവന് അവകാശിയായി തീരുക.